പാർട്ടിയും LDFും തോൽവിയെ സംബന്ധിച്ച് നന്നായി പഠിക്കാനും അതിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ശൈലിയിലേക്ക് നമ്മൾ നിന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തോൽവി ഇപ്പം പരിശോധിച്ചാൽ സൂക്ഷ്മമായി താഴെ അറ്റത്ത് പരിശോധിക്കേണ്ടതാണ്. ഓരോ വാർഡും ഓരോ പ്രദേശവും എടുത്ത് പരിശോധിക്കും. ഇപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ റിസൾട്ട് LDFിന് അനുകൂലമായിട്ടാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഗ്രാമപഞ്ചായത്തിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കും വാർഡുകളിലേക്ക് പോയാൽ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ കാണാം. ഞാനൊരു ഉദാഹരണം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ 500-ന് താഴെ വോട്ട് ലഭിച്ച BJP വാർഡുകളും കോൺഗ്രസ് വാർഡുകളുമുണ്ട്. BJP വാർഡിൽ 500 വോട്ട് ലഭിച്ചെങ്കിൽ അവിടെ കോൺഗ്രസ് ജയിക്കുന്നു. കോൺഗ്രസ് വാർഡിൽ 500-ന് താഴെ വോട്ട് ലഭിക്കുന്ന സ്ഥലത്ത് BJP ജയിക്കുന്നു. ഇതെന്താണെന്ന് പഠിച്ചാൽ തന്നെ കോൺഗ്രസ് BJP ബന്ധം മനസ്സിലാക്കാൻ കഴിയും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJPയുടെ കയ്യിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാം പഠിച്ചതിന് ശേഷം മറുപടി പറയാം. അതിനപ്പുറത്തേക്ക് മറ്റ് വിഷയങ്ങൾ വന്നല്ലോ. ഇപ്പോൾ CPMന്റെ മുതിർന്ന നേതാക്കളടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയിലൊക്കെ ജയിലിൽ കിടക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം പറയാം. ഈ ജനങ്ങൾക്ക് കത്തെഴുതി ചോദിക്കുന്നത് എന്താണ്? ജനങ്ങളെ ഇത്ര കാലം ഇതുവരെ ഇല്ലാത്തൊരു ശൈലിയാണ്. അതെന്താണെന്ന് അത് മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കേണ്ട ഒരു ശൈലിയാണ്. ഇതുവരെ ഇല്ലാത്തൊരു ശൈലിയാണ്. അത് ഗുണം ചെയ്യുമെന്ന് നോക്കാം.